അപ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ അമ്മൂമ്മ കഥകളിൽ കേട്ടതുപോലെ, നമ്മുടെ പഴയ ആൾക്കാർ കേട്ടതുപോലെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ കേട്ടത്, ഇപ്പോഴാണ് നമ്മൾ യക്ഷി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നതും ദേവസ്ഥാനത്ത് കാണുന്നത്. പക്ഷേ വളരെ മുമ്പ് തന്നെ യക്ഷി എന്ന് പറയുന്നതിനെ ഒരു രൗദ്രഭാവത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു രീതിയിൽ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത് മാറിയിട്ട് ദേവസ്ഥാനത്തേക്ക് വന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് ഈ യക്ഷിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, യക്ഷിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇത് തമിഴ്നാട്ടിലായിരുന്നു പണ്ട് കാലത്ത് ഇതിനെ ആചരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കാലത്ത് യക്ഷി എന്ന് പറയുന്ന ഭയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം വരുന്നത് കള്ളിയങ്കാട്ട് നീലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ കഥകളിലും സീരിയലുകളിലും നാടൻ പാട്ടുകളിലൊക്കെ നമുക്ക് അത് പ്രചരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നീലി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കന്യാകുമാരി, പണ്ട് തിരുവിതാംകൂർ എന്ന് പറയുന്നത് നാഗർകോവിൽ വരെ, കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്ന തിരുവിതാംകൂർ രാജ്യത്തിൽ നാഗർകോവിലിനടുത്ത് വളരെ വിജനമായ ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് പിന്നെ കള്ളിമുള്ളും പനിയും ഒക്കെ വളർന്നു കിടന്ന ഒരു വിജനമായൊരു സ്ഥലമാണ്. അന്ന് ദേവദാസി സമ്പ്രദായത്തിൽ ജീവിച്ച ഒരു സ്ത്രീയുടെ മകളാണ് ഈ നീലി എന്ന് പറയുന്ന ആൾ. അതിനെ ഒരു ബ്രാഹ്മണൻ, ഒരു ക്ഷേത്രപൂജാരി സ്നേഹിച്ച് കല്യാണം കഴിക്കുകയും, അപ്പോൾ ധനമോഹിയായ ഈ പൂജാരി ഈ നീലിയും കൂട്ടിയിട്ട് നാഗർകോവിലേക്ക് അന്ന് സഞ്ചരിച്ചു പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തിയ സ്ഥലമാണ് ഈ കള്ളിയങ്കാട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ കാൽനടയായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ രണ്ടുപേരും വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീയെ ധനമോഹിയായ പൂജാരി എന്തെന്ന് പറഞ്ഞിരുന്നാൽ കല്ലെടുത്ത് ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അന്നത്തെ നാട്ടറിവ്. കണ്ടോന്ന് ചോദിച്ചാൽ ഞാനും അങ്ങ് കണ്ടിട്ടുള്ള പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് ചരിത്രം പഴങ്കഥമാണ്. അപ്പോൾ അത് സത്യം എന്നുള്ളതാണ്, കഥയാണെങ്കിലും അത് സത്യമായി നടന്ന കഥ എന്നുള്ളതാണ് വ്യാപകമായ രീതിയിൽ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഇവർ മരണപ്പെട്ടതിന് ശേഷം, ഈ മരണപ്പെടുമ്പോഴത്തേക്ക് നമ്മളെ ശരീരത്തിൽ ഞാൻ പറയുന്നതും അങ്ങ് കേൾക്കുന്നതും രണ്ടും ആത്മാക്കൾ തമ്മിലാണല്ലോ. ഞാൻ പറയാൻ വേണ്ടി എന്നെ പ്രചോദനം തരുന്നതും ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി അങ്ങയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന സൂക്ഷ്മമായ ഒരു ശക്തിയാണ്. അതിന് ഈ പ്രപഞ്ചവുമായി എല്ലാ തരത്തിലും ജീവിച്ച് മോഹം വരാത്തത് കൊണ്ട് അതൊരു പ്രത്യക്ഷമായ രീതിയിൽ രൗദ്രഭാവത്തിലൊരു പ്രത്യേക രൂപമായി ഫോം ചെയ്യുകയും, ആ നീലിയാണ് പല പുരുഷന്മാരെയും വ്യാമോഹിപ്പിച്ച് അല്ലെങ്കിൽ അവരെ വശീകരിച്ചുകൊണ്ട് ഈ സ്ഥലത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നെഞ്ചു പിളർന്ന് രക്തം കുടിക്കുന്ന സമ്പ്രദായമായിട്ടാണ് അന്ന് കാലത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മുടെ കടമറ്റത്ത് കത്തനാറാണ് ഇതിനെ ഈ രാക്ഷസ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ രൗദ്ര സ്വഭാവത്തിൽ നിന്നും ഒരു സാത്വിക ഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സമ്പ്രദായത്തിനാണ് യക്ഷിയായിട്ട് ആചരിച്ചു വരുന്നത്. അങ്ങനെ യക്ഷിയെ ആചരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് ആ ദേവതാ വിഭാഗത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു. നേരത്തെ ഉണ്ടായിരുന്ന പൈശാചിക സ്വഭാവത്തിൽ നിന്നും ഇത് ദേവതാ രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ രൗദ്രഭാവത്തിലുള്ളതിനെ സൗമ്യഭാവത്തിലേക്കും രൗദ്രഭാവത്തിലുള്ള ദേവതാ വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം തന്നെ അതിനെ രൗദ്രഭാവത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിനും മാന്ത്രിക വിഭാഗത്തിൽ അതിന് സംശയങ്ങളുണ്ട്. അത് പഠിച്ചവർക്ക്, അതിന് താന്ത്രികം പഠിച്ചവർക്കും മാന്ത്രികം പഠിച്ചവർക്കും അതിന് കുറച്ച് വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. അങ്ങനെ കടമറ്റത്ത് കത്തനാരാണ് പലരുടെയും കൈവഴിയിൽ നോക്കി സമ്പ്രദായത്തിലേക്ക് ഇതിനെ നിലനിർത്താൻ വേണ്ടി പറ്റാതിരുന്നപ്പോഴത്തേക്ക് ഈ ആത്മാവിനെ യക്ഷി വിഭാഗത്തിലേക്കും അത് കഴിഞ്ഞ് യക്ഷി അമ്മ വിഭാഗത്തിലേക്കും കൺവെർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്ഥായി ഭാവത്തിലേക്ക് നിലനിർത്തി വന്നതാണ് ഈ യക്ഷി എന്ന് പറഞ്ഞ എൻ്റെ പുരാണമായ കഥ. ഈ യക്ഷിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ യക്ഷിയെ നമ്മൾ യക്ഷി അമ്മയായി മാറ്റി സ്ഥാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നിലനിർത്തിയതിന് ശേഷം ഈ യക്ഷിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാര്യസാധ്യങ്ങളും ഈ ഉപാസിച്ചവർക്ക് നേടിയിട്ടുണ്ട്. അത് കർണയക്ഷിയെന്നും സാധാരണ യക്ഷിയെന്നും, യക്ഷിയെല്ലാം പലതരത്തിലും പല വിഭാഗത്തിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് സന്താന ക്ലേശങ്ങൾക്ക്, നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നേരത്തെ നമുക്ക് പറഞ്ഞു തരുന്ന തരത്തിലേക്ക്, അങ്ങനെയുള്ള സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ യക്ഷി വിഭാഗം. അല്ല, അപ്പോൾ അങ്ങനെ യക്ഷി ആ രൂപത്തിലേക്ക് വരുമ്പോഴേ, ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നുവെന്നും തമിഴ്നാട് പ്രദേശത്ത് നടന്നിരുന്നുവെന്നും, അങ്ങനെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആക്ച്വലി അതിനെ ഒരു അപമൃത്യു എന്ന് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപമൃത്യു ഇല്ലേ? എന്തുകൊണ്ട് അവരാരും ആ രൂപത്തിലേക്ക് വരുന്നില്ല? അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ജനിച്ച ചിത്ര തിരുനാൾ, അദ്ദേഹവും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചു. ആ സമയം തന്നെ
മറ്റുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലൊരാളും ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചു. അപ്പോൾ അങ്ങും ചോദ്യം അടിയനും ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും എല്ലാ വിഭാഗത്തിലും വരുന്നില്ല. അപ്പോൾ അത് ചില സമ്പ്രദായങ്ങൾ മാത്രം അല്ലെങ്കിൽ ചില ആത്മാക്കൾക്ക് മാത്രമാണ് ഈ രൗദ്രഭാവം സൃഷ്ടിച്ചിട്ട് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നാട്ടിനും പ്രദേശത്തും കുടുംബക്കാർക്കുണ്ടാകുന്ന എല്ലാ ആത്മാക്കളും ഇല്ല. അതിൽ ചിലരാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ വരുന്നത്. ഒരു അമ്മയ്ക്ക് തന്നെ 5 മക്കളുണ്ടെങ്കിൽ ഒരുത്തനായിരിക്കും ഏറ്റവും വലിയ ശ്രേയസിലേക്ക് എത്തിപ്പെടുന്നത്. IAS റാങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള 4 മക്കളും എന്തുകൊണ്ടാകുന്നില്ല? ആ അമ്മ പ്രസവിച്ചല്ലേ, ഒരു അച്ഛൻ്റെ മക്കളല്ലേ. അപ്പോൾ 5 പേരും എത്തുന്നില്ല. ഏറ്റവും ചിലപ്പോൾ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവമുള്ള ആൾ, അല്ലെങ്കിൽ 4 പേരുണ്ടായിരിക്കും, 3 പേരായിരിക്കും രക്ഷപ്പെടുന്നത്. അതുപോലെ മരണപ്പെടുന്ന എല്ലാ ആത്മാക്കളും ഈ രൗദ്രഭാവത്തിലേക്കും ഈ ക്രിമിനൽ സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന രാക്ഷസ വിഭാഗത്തിലേക്ക് വരുന്നില്ല. ചിലരിങ്ങനെ രൂപാന്തരപ്പെട്ട് വരുന്നു. അതിനെ മാന്ത്രിക വിഭാഗത്തിലും താന്ത്രിക വിഭാഗത്തിലും അതിൽ പാണ്ഡിത്യം നേടി പ്രാവീണ്യമുള്ളവർ അതിനനുസരിച്ചിട്ട് അവരെ ആകർഷിക്കുന്നതിനും അവരെ സ്ഥായിയായിട്ട് ഒരു നിലനിർത്തി കൊണ്ടുപോകുന്നതിനും അതിനെ വിഭാഗത്തിലേക്ക് മാറ്റം കൊണ്ടുവരുന്നതിനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭയപ്പെടുത്തൽ എന്ന് പറയുന്നത് പണ്ട് മുതൽ ഉണ്ടായിരുന്നു. ഈ പൈശാചിക സ്വഭാവം ഇതിന് കൈവരിക്കുന്നിടത്തോളം കാലം അത് ഭയപ്പെടുത്തുന്ന രീതിയിൽ മണം വരും, യക്ഷിയപ്പം അങ്ങനെ ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമാ കഥകളിൽ പോലും സിനിമകളിൽ പോലും യക്ഷി പാട്ടുകൾ എന്ന് പറഞ്ഞ പോലും ഉണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. അതെ. നമുക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് ആരും ഈ ചന്ദനത്തിന്റെ മണമാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ചാണകത്തിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ചന്ദനത്തിന്റെ അല്ല, അതെന്താ അങ്ങനെ ഒരു സംഭവം? എന്താ അങ്ങനെ ഒരു പാല പൂവും പാലയുമായിട്ടുള്ള ബന്ധം എന്താ? അതിലേക്ക് കയറി പോകുന്നു, അതിലേക്ക് ഇറങ്ങി വരുന്നു. ആ ഒരു പ്രത്യേക സമയങ്ങളിൽ ആ ദേശത്തുകൂടി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പണ്ടൊരു വിചിത്രമാണോ അതോ സത്യം? പക്ഷെ അതൊക്കെ കേട്ട് ഭയന്നിട്ടുണ്ട്. അതുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ കാലത്തിനെ നമ്മൾ രാത്രിയെ ചില യാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പൈശാചിക ശക്തികൾക്ക് ഇറങ്ങി നടക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സാത്വിക ഭാവത്തിലുള്ള ദേവതകൾക്ക് പോകുന്നതിനും അത് നമ്മുടെ ഈ കാലത്തിൽ തന്നെ ഈ താന്ത്രിക വിഭാഗത്തിൽ ആ കാലത്തിന് ഈ ഇന്ന യാമങ്ങളിൽ സഞ്ചരിക്കാവൂ. കാളിയാമം, സരസ്വതി യാമം, അങ്ങനെ യാമങ്ങൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു യാമത്തിലാണ് ഈ പൈശാചിക ശക്തിക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയുമായി സംവദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവർ ആ സമയമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ രാത്രി നമ്മൾ എന്തുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്നു? ഇപ്പോൾ പകൽ ഉറങ്ങുന്നില്ലല്ലോ. ഉറക്കം പകൽ കിടന്നാലും വരും, രാത്രി കിടന്നാലും വരുമല്ലോ. അപ്പോൾ രാത്രി പകലും നമുക്ക് 12 മണിക്കൂർ വീതം ഒരു ദിവസത്തിന് 24 മണിക്കൂറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പോലെ അവരുടെ യാമത്തിൽ ഈ പൈശാചിക ശക്തികൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത് അവരുടെ ഈ രൗദ്രഭാവത്തിലുള്ള കാളിയാമത്തിലാണ്. ആ സമയത്ത് സഞ്ചരിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തരത്തിലുണ്ടായിരിക്കുന്ന ദുരിതങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യക്ഷി എന്ന് പറയുന്ന അങ്ങനെ ഒരു രൗദ്രഭാവത്തിലുള്ള സങ്കല്പം മാറി ദൈവസങ്കല്പത്തിലേക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വെള്ളയമ്പലത്തെ അതിപ്രശസ്തമായിട്ടുള്ള ദേവീക്ഷേത്രം ആൽത്തറ ഇരിക്കുന്ന അമ്മ ക്ഷേത്രം, അത് അമ്മയ്ക്കായിട്ട് പ്രത്യേകം തന്നെ നടവെച്ചിരിക്കുന്നതാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അല്ലേ? ഇപ്പം നമ്മുടെ ചുറ്റും ഇത്രയും ഒരു പൈശാചികമായിട്ടുള്ളൊരു അവസ്ഥയില്ല. 1. 2, മറ്റ് ദേവീക്ഷേത്രങ്ങളിൽ തന്നെ അമ്മയ്ക്കൊരു പീഠമുണ്ട്, യക്ഷിയമ്മ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴതില്ല എന്ന് പറയുമ്പോൾ ഇത്ര രൗദ്രഭാവം ഇല്ല, പൂർണ്ണമായും നമുക്ക് അങ്ങനെ ഒരു രൗദ്രഭാവം ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, പണ്ടുള്ള കാലവും ഇപ്പോഴും കൂടി നമ്മൾ പൂർവികമായിട്ടും വർത്തമാനകാലവും കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ പൂർവികർ ഇങ്ങനെ ഉണ്ടാകുന്ന കുടുംബത്തിൽ മരണപ്പെട്ടു പോകുന്നവരെ ഈ പിതൃവാക്കിയിട്ട് 12 വാവും കാര്യവും എടുത്ത് അതിനെ നിലനിർത്തുന്ന ഒരു സമ്പ്രദായം പണ്ടേ കാലത്ത് കുറവായിരുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ ആത്മാവിന്റെ ഒരു കാര്യമാണ് ഈ പറഞ്ഞത് അല്ലേ? അതെ, ആത്മാവിന്റെ ഒരു വിഷയം തന്നെ. അപ്പോൾ ഒരാളിപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? കണ്ടും കേട്ടും. പണ്ടെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗത്തിൽ മാത്രമുള്ളവർ, അറിവുള്ളവർ മാത്രം ചെയ്തിരുന്നൊരു സമ്പ്രദായമാണ് ഈ പിതൃതർപ്പണം, പിതൃബലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സമ്പ്രദായം. ഇന്ന് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞിട്ടും തന്നാൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുടുംബത്തിലൊരു സന്തതി അല്ലെങ്കിൽ ഒരു സഹോദരൻ മരിച്ചു കഴിഞ്ഞിരുന്നിരുന്നാൽ മരിച്ച ദിവസം മുതൽ ആ ദിവസത്തെ നക്ഷത്രമോ ആ ദിവസത്തെ തിഥിയോ, ഇപ്പോൾ നമുക്ക് പ്രഥമ മുതൽ ബാഹു വരെ വരുന്ന തിഥിയുണ്ടല്ലോ, അതിലേത് തിഥിയാണെന്ന് കണ്ടുപിടിച്ച് ആ തിഥിക്കോ ആ നക്ഷത്രത്തിനോ ആണ്ട് ശ്രാദ്ധം വന്നാൽ ഇപ്പോൾ 2024 ഇന്ന് തീയതി ഇത്ര രാശിയെ പറ്റി 29 അല്ലേ? 29-ാം തീയതി മുതൽ 2025 നവംബർ മാസം 29-ാം തീയതി വരുന്ന അതാണ് ആണ്ട് ശ്രാദ്ധം എന്ന് പറയുന്നത്. ആ ആണ്ട് ശ്രാദ്ധത്തിനുള്ളിൽ 12 ബലി തർപ്പണാദികൾ ചെയ്ത് 13ാമത്തെ ബലിക്ക് ഈ ആത്മാവിനെ സ്ത്രീയാണെങ്കിൽ സ്ത്രീ പ്രതിമയിലും പുരുഷനാണെങ്കിൽ പുരുഷ പ്രതിമയിലും ആവാഹിച്ച് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ വിധിയാം വണ്ണം ഇതിനെ ആവാഹിച്ച് മോക്ഷപ്രാപ്തി കൊടുത്ത് പരശുരാമസ്വാമിയുടെ പാദങ്ങളിലേക്ക് ഇതിനെ ലയിപ്പിച്ച് അവരവർ ചെയ്ത
പിന്നെ സുഖദുഃഖങ്ങളുടെയും ബാക്കിയുള്ള കാര്യങ്ങൾ പുനർജന്മത്തിനേക്ക് വേണ്ടി ഇതിനെ പിന്നെ കൺവെർട്ട് ചെയ്ത് വിടുന്നത് പോലെ ഒരു സമ്പ്രദായത്തിൽ അവിടെ ലയിപ്പിക്കുന്നു. ആ ഒരു സമ്പ്രദായം പണ്ട് എല്ലാ സമുദായത്തിലും എല്ലാ ആൾക്കാരുടെ ഇടയിലും സാമ്പത്തികമായിട്ടും ശാസ്ത്രീയമായുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടും സാമ്പത്തികമായും പിന്നോക്കം നിന്നതിൻ്റെ കാര്യത്തിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇന്ന് ആ ഒരു ദോഷം കുറഞ്ഞിരിക്കുന്നതിനും അന്ന് ഇത് ദോഷം കൂടുതലുണ്ടാകുന്നതിനും പ്രധാനമായ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം നടത്തുന്നത് യക്ഷി എന്ന് പറയുന്ന ഒരു ഭയപ്പെടുത്തുന്ന രൂപം സ്ത്രീകളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യക്ഷി ആയി അത് പിന്നെ ദേവസ്ഥാനത്തിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ അപമൃത്യു പണ്ട് മുതൽക്ക് പുരുഷന്മാർക്ക് സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ദോഷമായി നമ്മൾ പലരും കണ്ട് കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ട്. പുരുഷൻ മരിച്ചാൽ യക്ഷനെന്നും സ്ത്രീ മരിച്ചാൽ യക്ഷിയെന്നും, അതിന് സ്ത്രീ വിഭാഗത്തിൽ വരുന്ന യക്ഷി സ്ത്രീ വിഭാഗത്തിലും പുരുഷൻ മരിച്ചാൽ യക്ഷൻ വിഭാഗത്തിലും ഉണ്ടായിരുന്നു. അന്ന് കൂടുതൽ പ്രസക്തി ഈ യക്ഷിക്ക് മാത്രം കൊടുത്തത് കൊണ്ടാണ് ഈ എന്തുകൊണ്ടായിരിക്കും സ്ത്രീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാവിധ സന്മാർഗവുമായ പ്രവൃത്തികൾക്കും എല്ലാവിധ ഭൂമിയെ തന്നെ നമ്മൾ ധരണിയെ തന്നെ നമ്മൾ ഭൂമി ദേവി എന്നുള്ളതാണല്ലോ സങ്കല്പിക്കുന്നത്. അങ്ങനെ സ്ത്രീക്കാണ് പ്രാധാന്യം കൊടുത്തത്. നമ്മൾ ഭരണഘടനയിലും സ്ത്രീ അപമാനിച്ചു കഴിഞ്ഞിരുന്നാലും ബാക്കിയുള്ള തരത്തിലൊക്കെ അതിന് പ്രത്യേകമാണ് കേസും വിധിയും കാര്യമില്ല. അതുകൊണ്ട് സ്ത്രീക്ക് പ്രത്യേക ഒരു സ്ഥാനം, ഒരു പരിഗണന ഉണ്ടായിരുന്നു. അത് മരണപ്പെട്ട ആത്മാവിനും അത് അവരങ്ങനെ കൽപ്പിച്ചു. അത് പണ്ട് മരുവക്ക സമ്പ്രദായത്തിലാണല്ലോ, പെണ്ണുങ്ങൾക്കാണല്ലോ മരുവക്ക സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ, സഹോദരിയുടെ പിന്നെ മക്കൾക്കല്ലേ പ്രാധാന്യം വരുന്നത്. സ്വന്തം ഭാര്യയുടെ പിന്നെ സ്വന്തം സന്താനങ്ങളെക്കാൾ കൂടുതൽ സഹോദരിയുടെ മക്കൾക്ക് മരുവക്കത്തെ സമ്പ്രദായം. അങ്ങനെ ആണ് ഈ യക്ഷി സമ്പ്രദായത്തിന് കൂടുതൽ പ്രാധാന്യം വന്നിരുന്നത്. അവിടെ യക്ഷൻ പോലെ തന്നെയാണ്, പിന്നെ യക്ഷി പോലെ തന്നെയാണ് യക്ഷനും നിലവിലുണ്ട്. പക്ഷേ അത് കേട്ടുകേൾവി കുറവാണ്. അതിന് പബ്ലിസിറ്റി അല്ലെങ്കിൽ അതിന് കഥകൾ കുറവായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഒരു കഥകൾ ഇത് തന്നെ കയറും. അതൊരു പക്ഷേ ഒരു ഭയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചുകൂടായിരുന്നു? അല്ല, അങ്ങനെ പലരും ഈ കാൽനട യാത്രയാണല്ലോ, അന്ന് കാളവണ്ടിയാണല്ലോ. ഇന്നത്തെ നമുക്ക് ബെൻസ് കാർ ഉള്ളതുപോലെ പണ്ടത്തെ എൻ്റെ ഒരു പിന്നെ 50 വർഷത്തിന് മുൻപോട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ കാളവണ്ടി. അതുകൊണ്ട് ആ കാലങ്ങളിൽ സഞ്ചരിച്ചെന്നവർക്കും പലതരത്തിൽ ഈ അപ്രധാനമായ ഈ സ്ഥലത്തൂടെ പോകുന്നതിന് ഭയപ്പാടും അങ്ങനെ പിന്നെ വെല്ലുവിളി ഏറ്റ് പിന്നെ സഞ്ചരിച്ചവർക്ക് പലതരത്തിലുള്ള അസ്വാഭാവിക അനുഭവങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണോ അത് ഈ ഒരു ഭയപ്പെടുത്തലുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ദൈവസങ്കല്പത്തിലേക്ക് വരുന്നു, നല്ലതാ. പക്ഷെ അതിനൊരു ഭയപ്പാടിന്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുള്ളത് മോഷണങ്ങളെ തടയാനും മറ്റുമൊക്കെ രാത്രി കാലങ്ങളിലുണ്ടല്ലോ, അങ്ങനെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ മോഷണം തടയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവുന്നുള്ളത് അതിന് വ്യക്തമായൊരു മറുപടി പറയാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഒരു അവ്യക്തതയാണ്. അതിന് ഒരു സാധ്യത രാത്രികളെ ഭയമാണ് പലർക്കും. രാത്രിയെ ഭയക്കുന്നത് ഇമാതിരിയുള്ള എന്തോ സാധനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നത് കൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് കൊണ്ടല്ലേ. ചുമ്മാ രാത്രി ഒരു 12:30 വരും, 12:30 ഇറങ്ങരുത്, അത് ഇന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞൊരു ഭയപ്പാടുണ്ടാക്കിയിരുന്നത് മറ്റു ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ തൊട്ടു മുമ്പ് അങ്ങോട്ട് മറുപടി പറഞ്ഞു. നമ്മുടെ രാത്രി കാലങ്ങളെ യാമങ്ങളായി തിരിച്ചിരിക്കുന്നതെന്നും നമ്മളിപ്പോൾ പകൽ പഠിക്കുന്നതിനേക്കാളും നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾ വെളുപ്പാങ്കാലം സരസ്വതി യാമത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മമുഹൂർത്തത്തിന് പ്രത്യേകിച്ചൊരു ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ബ്രെയിൻ വളരെയധികം റെസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ രാവിലെ എണീറ്റ് മുഖം കഴുകി ഫ്രഷ് ആവുന്നു. ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞിരുന്നാൽ വളരെയധികം അത് എങ്ങോട്ട് നോക്കിയിരുന്ന് പഠിക്കണം. കുട്ടികളായിരുന്നാലും വൃദ്ധനായിരുന്നിരുന്നാലും കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കണം. കിഴക്ക് എന്താണ് പ്രാധാന്യം? അത് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ്. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് പഠിക്കണമെന്നാണ്. അപ്പോൾ വടക്കല്ലെങ്കിൽ കിഴക്കല്ലെങ്കിൽ വടക്ക്, തെക്കും പടിഞ്ഞാറും എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് തലവെച്ച് കിടക്കരുതെന്നാണ് പറയുന്നത്. തെക്കോട് യഥാർത്ഥത്തിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ കോൺസെപ്റ്റ് എന്തെന്നാണ്, ഭൂമിയുടെ മാഗ്നറ്റിക് പവർ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കണക്കാക്കിയിട്ട് തെക്ക് ഭാഗത്ത് തലവെച്ച് കിടന്നു കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ബ്ലഡിന് അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്നും ആ അയണിൻ്റെ കണ്ടൻറ്റ് രക്തചംക്രമണത്തിന് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടന്നു കഴിഞ്ഞിരുന്നാൽ നമുക്കത് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് കിഴക്ക് വെക്കാൻ. ഭൂമിയുടെ ചരിവേ കിഴക്കാണ്. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് തല വെച്ച് കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന ഒരു സംഭവം ബ്രെയിനിൽ കൂടുതൽ വരും. അത് ബ്രെയിനിൻ്റെ തലത്തിലുള്ള ബ്ലഡിനും ബാക്കിയുള്ള ആക്സിഡന്റ് പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇഞ്ചുറീസ് ഉണ്ടാകും, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാകുന്നതിനൊക്കെ അത് വളരെയധികം പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തെക്കോട്ട് തല വെച്ച് കിടക്കും. പത്മനാഭസ്വാമി എന്നെ കിടക്കുന്നത് എങ്ങനെയാണ്? തെക്ക് തല വടക്ക് കാലും വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞിരുന്നിരുന്നാലും നമുക്ക് തെക്ക് വടക്കല്ലേ തെക്കോട്ട്? യഥാർത്ഥത്തിൽ ഒരാൾ കിടക്കേണ്ടത് കിഴക്ക് തല വെച്ചിട്ട് അല്ല, തെക്കാണ്. തെക്ക് തല വെച്ചിട്ട് ആണ് വടക്കോട്ട് കാല് വെച്ചിട്ടാണ് കിടക്കേണ്ടത്, കിഴക്കോട്ടല്ല. സെക്കൻഡ് ചോയ്സ് ആണ്. അങ്ങനെ ഒരു കിടക്കാൻ ചില ബെഡ്റൂമിന് സൗകര്യം കിട്ടൂല, കട്ടിലിടാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെക്കോട്ട് പിന്നെ കിഴക്കോട്ടാകാം. പടിഞ്ഞാറ് വടക്കോട്ട് വടക്കും വയ്ക്കില്ല, വടക്കൊന്നും ചത്ത തന്നെയാണ് വടക്കോട്ടൊന്നും, വടക്കോട്ട് വടക്കും വയ്ക്കില്ല. പടിഞ്ഞാറ് വെച്ചിരുന്നാൽ ക്രമമായിട്ട് ബുദ്ധി കുറയും പടിഞ്ഞാറോട്ട് തല വെച്ച് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഒന്നിൽ ഫസ്റ്റ് ഓപ്ഷൻ തെക്ക് അല്ലെങ്കിൽ കിഴക്ക്. അത് മരണത്തിന് അല്ല
മരിച്ചു കിടക്കുന്നവരെ തെക്കോട്ട് എന്തുകൊണ്ടാണ് മരിച്ചു കിടക്കുമ്പോൾ ആളിന് എങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ അവൻ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെൻ്റെ ഒരു ആദ്യ അറിവാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള അറിവ് എന്ന് പറയുന്നതാണ്. തെക്കാണ് നമ്മൾ തല വെച്ച് കിടക്കേണ്ടത്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷന് വളരെയധികം നമുക്ക് പോസിറ്റീവായിട്ട് അത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തെക്കോട്ട് തല വെച്ച് കിടക്കണമെന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പിന്നെ ധാതുക്കളെല്ലാം ഭൂമിയിൽ അലിഞ്ഞു തരുന്നതിനും ദഹിപ്പിക്കുന്നതായിരുന്നാലും ബാക്കിയുള്ളതായിരുന്നാലും അതിന് വേണ്ടിയിട്ടാണ് തെക്കോട്ട് തല വെച്ചിട്ട് ദഹനക്രിയ ചെയ്യുന്നതിൻ്റെ സമ്പ്രദായം ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നത്. ഇത് സൈക്കോളജിക്കൽ ആത്മാവുള്ളവൻ ജീവനുള്ളവൻ തെക്ക് തല വെച്ച് ഉറങ്ങണമെന്നാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഞാൻ പറയുന്നതല്ല, പിന്നെ വാസ്തുശാസ്ത്രം പറയുന്നതാണ്. ഞാനല്ല, എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒരു അറിവില്ല. നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ട് അതനുസരിച്ചിട്ട് പറയുന്നത്. സയൻസ് പറയുന്നതാണോ ശാസ്ത്രം പറയുന്നതാണോ? രണ്ടും അതിനകത്ത് കറക്റ്റാണ്. കാരണം സയൻസ് ആണല്ലോ. മാഗ്നറ്റിക് പവർ എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിച്ചത് പിന്നെ ശാസ്ത്രമാണ്. അതിന് ശേഷമാണ് സയൻസ് വന്നിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഭൂമിക്ക് ഇത്രയും 31 ഡിഗ്രി ചരിവുണ്ടെന്നും ബാക്കിയുള്ളതിൽ ആദ്യം ശാസ്ത്രം വലിയ കണ്ടു. അതിന് ശേഷമാണല്ലോ നാസ പോലുള്ള ശാസ്ത്രങ്ങൾ വന്നിട്ട് ഇത് അങ്ങനെ പറഞ്ഞത് ശരിയാണെന്നും സപ്തഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നതും കോടാനുകോടി സൂര്യനുണ്ടെന്നും അതിൽ പ്രബലമായിട്ട് ഒരു സൂര്യൻ മാത്രം മതി എന്നുള്ളതെല്ലാം ആദ്യം നമുക്ക് ശാസ്ത്രമാണ്. അതിന് ശേഷമാണ് സയൻസ് വരുന്നത്. അങ്ങനെയാണ്.